നമസ്കാരം. ദക്ഷിണേന്ത്യൻ രാഷ്ട്രീയത്തിൽ സിനിമയും ഭരണകൂടവും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം ദശാബ്ദങ്ങളായുള്ള ചരിത്രമാണ്. MGRും കരുണാനിധിയും ജയലളിതയും തുടങ്ങിവെച്ച ഈ പാതയിലേക്ക് തമിഴ് സിനിമയിലെ വർത്തമാനകാല സൂപ്പർ സ്റ്റാർ വിജയ് തൻ്റെ രാഷ്ട്രീയ പാർട്ടിയെ തമിഴക വെട്രിക്കഴകം വഴി ഔദ്യോഗികമായി രംഗപ്രവേശനം ചെയ്തിരിക്കുന്നു. വിജയ് മുന്നോട്ട് വച്ച ജനപ്രിയ വാഗ്ദാനങ്ങളും സൗജന്യ പദ്ധതികളും തമിഴ് രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് ഇതിനോടകം തുടക്കമിട്ട് കഴിഞ്ഞു. സാധാരണക്കാരായ ജനങ്ങളെ ആകർഷിക്കുന്ന തരത്തിലുള്ള വിപ്ലവകരമായ മാറ്റങ്ങളാണ് വിജയ് പ്രഖ്യാപിച്ചത്. ഇതുതന്നെയാണ് TVK അധികാരത്തിൽ എത്തിച്ചതും. എങ്കിലും ഇത് തമിഴ്നാടിൻ്റെ നിലവിലെ സാമ്പത്തിക സാഹചര്യത്തിൽ എത്രത്തോളം പ്രായോഗികമാണ് എന്ന ചോദ്യം സാമ്പത്തിക വിദഗ്ധർക്കിടയിൽ സജീവമാണ്. വിജയ് തൻ്റെ രാഷ്ട്രീയ പ്രഖ്യാപനങ്ങളിൽ പ്രധാനമായും ഊന്നൽ നൽകിയിരുന്നത് വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനുമായിരുന്നു. എല്ലാ വിദ്യാർത്ഥികൾക്കും സൗജന്യവും ഗുണമേന്മയുള്ളതുമായ വിദ്യാഭ്യാസം നൽകുക എന്നതായിരുന്നു പ്രധാന പ്രഖ്യാപനം. സർക്കാർ വിദ്യാലയങ്ങളുടെ നിലവാരം വർദ്ധിപ്പിക്കുകയും സ്വകാര്യ സ്കൂളുകളോട് കിടപിടിക്കുന്ന തരത്തിൽ അവയെ മാറ്റുകയും ചെയ്യുമെന്ന് വിജയ് പ്രഖ്യാപിച്ചു. കൂടാതെ തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് പൂർണ്ണമായും സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന ആരോഗ്യ പദ്ധതികളും വിജയ് വിഭാവനം ചെയ്തിട്ടുണ്ട്. കാർഷിക മേഖലയിൽ കർഷകർക്ക് മിനിമം താങ്ങുവില ഉറപ്പാക്കുമെന്നും അവർക്കായി പുതിയ വിപണന സൗകര്യങ്ങൾ ഒരുക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. ഇതിനെല്ലാം പുറമെ നേരത്തെ ദ്രാവിഡ കക്ഷികൾ നൽകിയിരുന്നത് പോലെ തന്നെ സ്ത്രീ ശാക്തീകരണത്തിനായുള്ള ധനസഹായ പദ്ധതികളും വിജയുടെ പട്ടികയിലുണ്ട്. ഈ പദ്ധതികൾ കേൾക്കാൻ വളരെ ആകർഷകമാണ് എങ്കിലും തമിഴ്നാട് ഇപ്പോൾ തന്നെ നേരിട്ടുകൊണ്ടിരിക്കുന്ന കനത്ത കടബാധ്യതയുടെ പശ്ചാത്തലത്തിൽ ഇവ വലിയൊരു സാമ്പത്തിക വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. നിലവിൽ 6 ലക്ഷം കോടി രൂപയിലധികം കടബാധ്യതയുള്ള ഒരു സംസ്ഥാനമാണ് തമിഴ്നാട്. മുൻപേ ഉണ്ടായിരുന്ന DMK സർക്കാർ നടപ്പിലാക്കിയിരുന്ന സൗജന്യ ബസ് യാത്ര, കുടുംബനാഥന്മാർക്കുള്ള മാസാമാസ ധനസഹായം തുടങ്ങിയ പദ്ധതികൾ തന്നെ ഖജനാവിന് വലിയ ഭാരമാണ് നൽകിയിരുന്നത്. ഈ സാഹചര്യത്തിലേക്കാണ് വിജയ് പ്രഖ്യാപിച്ചിരിക്കുന്ന വിപുലമായ സൗജന്യ പദ്ധതികൾ കൂടി കടന്നു വരുന്നത്. ഇത് സംസ്ഥാനത്തിൻ്റെ ധനക്കമ്മി നിയന്ത്രണാതീതമായി വർദ്ധിപ്പിക്കാൻ കാരണമാകും. പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്താതെ സൗജന്യങ്ങൾ മാത്രം വാഗ്ദാനം ചെയ്യുന്നത് സംസ്ഥാനത്തെ ശ്രീലങ്കയ്ക്ക് സമാനമായ ഒരു സാമ്പത്തിക തകർച്ചയിലേക്ക് നയിച്ചേക്കാമെന്ന മുന്നറിയിപ്പും ഇതിനോടകം ഉയർന്നിട്ടുണ്ട്. മറ്റൊരു പ്രധാന വെല്ലുവിളി ഈ പദ്ധതികൾ നടപ്പിലാക്കാൻ ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിലെ ചിലവാണ്. ആയിരക്കണക്കിന് സ്കൂളുകളും ആശുപത്രികളും നവീകരിക്കുക എന്നത് കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപം ആവശ്യമുള്ള കാര്യമാണ്. ഇതിനായി പണം കണ്ടെത്തുവാൻ നികുതി വർദ്ധിപ്പിക്കേണ്ടി വരികയോ അല്ലെങ്കിൽ വീണ്ടും കടമെടുക്കേണ്ടി വരികയോ ചെയ്യും. നികുതി വർദ്ധിപ്പിക്കുന്നത് സാധാരണക്കാരുടെ ജീവിത ചെലവ് വർദ്ധിപ്പിക്കാൻ ഇടയാക്കും. അത് വിജയുടെ ജനപ്രിയ പ്രതിച്ഛായയ്ക്ക് തന്നെ തിരിച്ചടിയാൻ സാധ്യതയുണ്ട്. കൂടാതെ തമിഴ്നാടിൻ്റെ വരുമാനത്തിൻ്റെ പ്രധാന സ്രോതസ്സായ മദ്യ വിൽപ്പന അവസാനിപ്പിക്കുമെന്ന വിജയുടെ പ്രസ്താവന നടപ്പിലാക്കിയാൽ സംസ്ഥാനത്തിന് വർഷം തോറും ലഭിക്കുന്ന ഏകദേശം 45,000 കോടി രൂപയുടെ വരുമാനം നഷ്ടമാകും. വരുമാനം കുറയുകയും ചിലപ്പോൾ കുത്തനെ കൂടുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാകും ഇത് സൃഷ്ടിക്കുക. ചുരുക്കത്തിൽ തമിഴ് ജനതയുടെ വൈകാരികമായ പിന്തുണ വിജയ് എന്ന താരത്തിന് ലഭിച്ച് അദ്ദേഹം ഒരു ഭരണാധികാരി ആയപ്പോഴും സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുക എന്നത് അദ്ദേഹത്തിന് മുന്നിലെ ഹിമാലയൻ ടാസ്ക് ആയിരിക്കും. ജനപ്രിയ പദ്ധതികൾ ജനങ്ങളുടെ വോട്ട് നേടാൻ സഹായിച്ചിരുന്നു എന്നത് സത്യമാണ്. എന്നാൽ അവ സുസ്ഥിരമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ ശക്തമായൊരു സാമ്പത്തിക നയം ആവശ്യമാണ്. തമിഴ്നാടിൻ്റെ കടക്കണി പരിഹരിക്കാതെ പുതിയൊരു സൗജന്യ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നത് ദീർഘകാലാടിസ്ഥാനത്തിൽ സംസ്ഥാനത്തിൻ്റെ വികസനത്തെയും തൊഴിലവസരങ്ങളെയും ദോഷകരമായി ബാധിക്കും. അതുകൊണ്ട് തന്നെ വിജയുടെ വാഗ്ദാനങ്ങൾ വെറുമൊരു തിരഞ്ഞെടുപ്പ് തന്ത്രമായിരുന്നു അതോ കൃത്യമായ സാമ്പത്തിക ആസൂത്രണത്തോടെയുള്ള ഒന്നായിരുന്നു എന്നത് വരും നാളുകളിൽ തന്നെ വ്യക്തമാകും. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന DMK, AIADMK എന്നീ ദ്രാവിഡ കക്ഷികളുടെ ആധിപത്യത്തിന് ഭീഷണിയായി വിജയ് കടന്നു വന്നിട്ടും ഇത്തരം പാർട്ടികൾ വിജയ്ക്കെതിരെ ഒന്നിക്കാത്തത് ദ്രാവിഡ രാഷ്ട്രീയം അജയമാണെന്ന് ബോധ്യപ്പെടുത്താനും മുഖ്യമന്ത്രി നിലയിൽ അദ്ദേഹം പരാജയപ്പെടുമെന്ന് തെളിയിക്കാനുമാണ്. തമിഴ്നാട് രാഷ്ട്രീയത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ പരസ്പരം കടിച്ചു കീറുന്ന വൈരികളാണ് എങ്കിലും തങ്ങളുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന മൂന്നാമതൊരു ശക്തി ഉയർന്നു വരുമ്പോൾ ദ്രാവിഡ കക്ഷികൾ പരോക്ഷമായി ചില മുൻകരുതലുകൾ എടുക്കാറുണ്ടായിരുന്നു. വിജയ് തൻ്റെ രാഷ്ട്രീയ നിലപാടുകളിൽ ദ്രാവിഡ വിരുദ്ധതയല്ല മറിച്ച് ഭരണവിരുദ്ധതയാണ് അഴിമതിയുമാണ് ഉയർത്തിക്കാട്ടിയിരുന്നത്. ഇത് രണ്ട് കക്ഷികളെയും ഒരുപോലെ പ്രതിരോധത്തിലാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇവർ പരസ്യമായി ഒന്നിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം DMKയും AIADMKയും ഒരേ വോട്ട് ബാങ്കിനായിരുന്നാണ് മത്സരിച്ചത്. ഇവർ ഒന്നിക്കുന്നത് അണികൾക്കിടയിൽ വലിയ ആശയക്കുഴപ്പമുണ്ടാക്കുകയും മൂന്നാമതൊരു ശക്തിക്ക് അതായത് വിജയ്ക്ക് കൂടുതൽ ഇടം നൽകുകയും ചെയ്യും. വിജയ് ഒരു പരിശീലനം ലഭിക്കാത്ത രാഷ്ട്രീയക്കാരനാണ് എന്നും സിനിമയിലെ ഗ്ലാമർ ഭരണത്തിൽ നടക്കില്ലെന്നും ജനങ്ങളെ ബോധ്യപ്പെടുത്താനാണ് ദ്രാവിഡ കക്ഷികൾ ശ്രമിച്ചിരുന്നത്. വിജയുടെ സൗജന്യ പദ്ധതികൾ സംസ്ഥാനത്തെ സാമ്പത്തികമായി തകർക്കുമെന്ന് പ്രചരിപ്പിക്കുന്നതിലൂടെ ഭരണപരിചയമുള്ള തങ്ങളാണ് മികച്ചതെന്ന് വരുത്തി തീർക്കാൻ ഇവർ ലക്ഷ്യമിടുന്നു. ദ്രാവിഡ രാഷ്ട്രീയം എന്നത് കേവലം രാഷ്ട്രീയമല്ല, അതൊരു വികാരമാണെന്ന് തമിഴ് ജനതയെ ഓർമ്മിപ്പിക്കാൻ അവർ ഈ അവസരം മുതലാക്കിയേക്കാം. ദ്രാവിഡ രാഷ്ട്രീയം അസ്തമിച്ചിട്ടില്ലെന്ന് തെളിയിക്കാൻ DMKയും AIADMKയും സ്വന്തം നിലയിൽ ശക്തമായ പോരാട്ടം നടത്തും. വിജയെ ഒരു രാഷ്ട്രീയ എതിരാളിയായി മാത്രം കാണാതെ ദ്രാവിഡ പാരമ്പര്യത്തിന് ഭീഷണിയാകുന്ന ഒരാളെ ചിത്രീകരിക്കാൻ അവർ ശ്രമിച്ചേക്കാം.
എന്നാൽ ഇവർ ഒന്നിക്കുന്നത് വിജയുടെ രാഷ്ട്രീയ വളർച്ചയ്ക്ക് ഗുണകരമാവുകയുള്ളൂ. കാരണം അഴിമതിക്കാരായ രണ്ട് വൻശക്തികൾ തനിക്കെതിരെ ഒന്നിക്കുന്നു എന്ന ഇരവാദം ഉയർത്തുവാൻ അത് വിജയെ സഹായിക്കും. അതിനാൽ തന്നെ വിജയെ ഭരണത്തിൽ നിന്ന് താഴെ ഇറക്കാൻ ഇവർ തന്ത്രങ്ങൾ മെനയുമെങ്കിലും അത് പരസ്യമായ ഒരു കൂട്ടുകെട്ടാക്കാൻ സാധ്യതയില്ല. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്തുമൈയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്തുമൈക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്തുമൈയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്തുമൈയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.